നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ലാബുകളിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകളും സിറിഞ്ചും നടുറോഡിൽ. ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയത് പൊന്മുണ്ടം ബൈപ്പാസിൽ. പോലീസ് പിടിച്ചെടുത്ത ലോറിയിലെ മൈദ മഴ നനഞ്ഞ് ദുർഗന്ധം രൂക്ഷം. ദുർഗന്ധം സഹിക്കാനാവാതെ ദുരിതത്തിലായി സമീപവാസികൾ. ദുരിതജീവിതം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ സമീപത്തെ താമസക്കാരുടേത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുന്നു നാട്ടുകാർ. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ആശങ്ക കുറയുന്നില്ല. 8063 പുതിയ രോഗികൾ. പരിശോധിച്ചത് 85,445 സാമ്പിളുകൾ. മലപ്പുറത്ത് വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം 1000-ന് താഴെയെത്തി. 824 പേർക്ക് രോഗബാധ. DPR 11.08%. അനധികൃത മണൽക്കടത്തിന് തടയിട്ട് പോലീസ്. ഡ്രോൺ നിരീക്ഷണത്തിൽ അനധികൃത മണൽ ശേഖരം പിടികൂടി. മണൽ കയറ്റിയ വഞ്ചികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. താനൂർ ഫയർ സ്റ്റേഷൻ വിവാദം. താനൂരിലെ ഫയർ സ്റ്റേഷന് നഗരസഭ ഭൂമി വിട്ടു നൽകാത്തതിനാൽ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതായ പ്രചാരണം തീർത്തും തെറ്റാണെന്നും നഗരസഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രചാരണങ്ങളെന്നും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ലാബുകളിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നടുറോഡിൽ കണ്ടെത്തി. പൊന്മുണ്ടം ബൈപ്പാസിൽ തിങ്കളാഴ്ച രാവിലെയാണ് സിറിഞ്ചും രക്തം ശേഖരിക്കുന്ന ട്യൂബുകളും അടക്കം റോഡിൽ കണ്ടത്. മാലിന്യം കൊണ്ടുപോയ വാഹനം കൽപ്പകഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാവിലെയാണ് സിറിഞ്ചുകളും രക്തസാമ്പിളുകളും റോഡിൽ ചിതറിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ പോലീസിലും ആരോഗ്യവകുപ്പിലും വിവരമറിയിക്കുകയായിരുന്നു. റോഡിൽ വീണ് വാഹനങ്ങളുടെ ടയറുകൾ കയറിയതിനാൽ ബോട്ടിലുകൾ പൊട്ടി രക്തസാമ്പിളുകൾ ചിതറിയ നിലയിലായിരുന്നു. ഇതേ തുടർന്ന് വാഹനങ്ങൾ മാറിപ്പോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നാട്ടുകാർ നൽകി. ലാബുകളിൽ നിന്ന് വേസ്റ്റ് ശേഖരിക്കുന്ന കമ്പനിയുടെ വാഹനത്തിൽ നിന്ന് വീണതായിരുന്നു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളവ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതും അടച്ചുറപ്പുള്ള വാഹനങ്ങൾ കൊണ്ടുപോകേണ്ടതുമാണ്. എന്നാൽ ഏറെ നിരുത്തരവാദപരമായ സമീപനമാണ് ഇവരിൽ നിന്ന് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഉപേക്ഷിച്ചതാണോ അതല്ലെങ്കിൽ ഗുരുതരമായിട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ബയോവേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ റോട്ടിൽ കിടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽ വരുന്ന പക്ഷം കൽപ്പകഞ്ചേരി പോലീസിലും അതേപോലെ പൊന്മുണ്ടം ആരോഗ്യ വകുപ്പിനെയൊക്കെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഒരു രോഗ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിൽ അത്രക്കും ഗുരുതരമായിട്ടാണ് ഇപ്പോൾ ഇത് റോട്ടിൽ കിടക്കുന്നത്. കൽപ്പകഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ സ്ഥലം സന്ദർശിക്കാന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലാബുകളിൽ നിന്ന് ഏതെങ്കിലും പ്രൈവറ്റ് ലാബിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിൽ നിന്ന് അവർ എടുത്തിട്ടുള്ള ബ്ലഡിന്റെ സാമ്പിളുകളൊക്കെയാണ് ഈ റോട്ടിൽ ഈ പരന്ന് കിടക്കുന്നത്. അതിന്റെ ഗൗരവം എന്ന് പറയുമ്പോൾ സംഭവം മറ്റു വേസ്റ്റുകൾ അതുപോലെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വേസ്റ്റാണിത്. ആ രീതിയിൽ കാണണം എന്നുള്ള രീതിയിലാണ് നാട്ടുകാരൊക്കെ ഈ രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. കൽപ്പകഞ്ചേരി CI റിയാസ് രാജയുടെ അന്വേഷണത്തിൽ മാലിന്യം കൊണ്ടുപോയ വാഹനം കണ്ടെത്തുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്തു. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് CI അറിയിച്ചു. സംഭവത്തിൽ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പോലീസ് പിടിച്ചെടുത്ത ലോറിയിലെ മൈദ മഴ നനഞ്ഞ് ദുർഗന്ധം രൂക്ഷം. വാഹനത്തിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാനാവാതെ ദുരിതത്തിലായി സമീപവാസികൾ. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ സമീപത്തെ താമസക്കാരാണ് മാസങ്ങളോളമായി പ്രയാസത്തിലായിരിക്കുന്നത്. അസഹനീയമായ ദുർഗന്ധത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം രൂക്ഷമാണ്. പിടിച്ചെടുത്ത തൊണ്ടി വാഹനം സ്റ്റേഷൻ പരിസരത്തെ ജനവാസ മേഖലയിൽ നിർത്തിയിട്ടതോടെയാണ് സമീപവാസികളുടെ ദുരിതം ആരംഭിച്ചത്. മൈദ കയറ്റി പോവുകയായിരുന്ന ലോറിയിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും വാഹനം പോലീസ് ഇവിടെ നിർത്തിയിടുകയുമായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് നിർത്തിയിട്ട വാഹനത്തിലുണ്ടായിരുന്ന മൈദച്ചാക്കുകൾ മഴ നനഞ്ഞതോടെയാണ് ദിവസങ്ങൾക്കപ്പുറം ദുർഗന്ധം വമിക്കാനിടയായത്. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ ഇത് കുത്തിയൊലിച്ചിറങ്ങുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വണ്ടി കിടക്കുന്ന 3-4 മാസമായി. 3-4 മാസമായി. അന്നൊന്നും വാസന ഉണ്ടായില്ല കുട്ടിയെ. അന്ന് ഒരു വാസനയില്ല. ഈ മണ്ണ് തുടങ്ങിയിട്ട് ചുരുങ്ങിയപ്പോ ഒരു മാസത്തിന്റെ അടുത്തായി. ഒരു ജാതി ദുർഗന്ധം വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത പണം. വെയിലേൽക്കുന്നതോടെ ദുർഗന്ധം രൂക്ഷമാകുന്നത്. രാത്രികാലങ്ങളിൽ വീടിനുള്ളിലേക്ക് ദുർഗന്ധം പരന്ന ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. പോലീസിൽ വിവരമറിച്ചെങ്കിലും വാഹനം മാറ്റുന്നതിനായുള്ള നടപടി പോലീസ് എടുത്തിട്ടില്ലെന്നാണ് ജനപ്രതിനിധികളും പറയുന്നത്. അവർ വന്ന് നോക്കിയത് SIക്ക് വിളിച്ചിട്ട് അവർ വന്ന് നോക്കി. ആ സ്പോട്ടിൽ തന്നെ അവർ വന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞത് 3 ദിവസത്തെ സാവധാനം ഞങ്ങൾക്ക് തരണം, 3 ദിവസം കൊണ്ട് മാറ്റി തരാമെന്നാണ് അവരന്ന് പറഞ്ഞത്. പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി. ഇതുവരെ അവരുടെ അടുത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഭയങ്കര ഇവിടെ ഉള്ള വീടുകൾക്കൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമാണ്. അപ്പോൾ കുറേ ആയി ഇവർ പരാതി പറയുന്നത്. കോടതി നടപടികൾ പൂർത്തിയായാലേ വാഹനം മാറ്റാനാകൂ എന്നാണ് പോലീസ് അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
ജീവകാരുണ്യ പ്രവർത്തനത്തെ കളങ്കപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നതായി ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു. കൂട്ടായിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പും ജീവകാരുണ്യ പ്രവർത്തനവും രണ്ടാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാഷ്ട്രീയ ആക്രമണം ചിലർ നടത്തുന്നു. താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെ മോശമായി ചിത്രീകരിക്കാനും അക്കൂട്ടർ ശ്രമം തുടരുകയാണെന്നും ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പും ചാരിറ്റിയും രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് അതോടുകൂടി വിട്ടുപോയ കേസാണ്. ഞാനത് തലയിൽ കയറ്റി അടക്കലില്ല. അതൊക്കെ മത്സരിച്ചു, ആ ദിവസം അതോടുകൂടി അത് തീർന്നതാണ്. പക്ഷേ ഒരു വിഭാഗം ഇന്നും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആക്രമണം വ്യക്തിപരമായ ആക്രമണമല്ല, മറിച്ച് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം, അതായത് ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ അറിയപ്പെടുന്നതെങ്കിൽ ആ ചാരിറ്റി പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക, അതിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കളങ്കപ്പെടുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഇല്ലാതാവും എന്നുള്ള ആ ഒരു രീതിക്ക്, ആ ഒരു ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലോ. വീഡിയോ കണ്ട് സഹായിക്കുന്നവരെ നേരിട്ടറിയില്ല, അവർക്ക് എന്നിൽ ഇന്നും വിശ്വാസമുണ്ടെന്നും ഫിറോസ് കുന്നംപറമ്പിൽ കൂട്ടിച്ചേർത്തു. അല്ല, ഇതിനകത്ത് സത്യത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് സഹായിക്കുന്ന ആളുകൾ ആരാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ അത്തരം ആളുകളുമായിട്ട് ബന്ധങ്ങൾ വെക്കുകയോ അവരെ ഫോണിലൂടെ സംസാരിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അർഹതപ്പെട്ട ആളുകളുടെ അവരുടെ അവസ്ഥകൾ, അവൻ്റെ വേദനകൾ ഒരു മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് വിടുക എന്നുള്ളതാണ്. അതിലാര് സഹായിക്കുന്നു എന്നെനിക്കറിയില്ല, എന്നാൽ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ വീഡിയോ എടുക്കുന്ന, അതായത് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ കൂടുതലും ആളുകൾ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്നതായതുകൊണ്ട് അത് കൃത്യമായി അന്വേഷിച്ചതായിരിക്കും എന്നുള്ള ആ ഒരു തോന്നലൊക്കെയാണ് ഇതിനകത്തേക്ക് കൂടുതൽ ഫണ്ട് വരാനുള്ള ഒരു കാരണമൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിയെ പല രീതിക്കും അപവാദങ്ങളിലൂടെ അല്ലെങ്കിൽ വിമർശിച്ചില്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചാരിറ്റിയെ തകർക്കാം എന്നുള്ള ഒരു വലിയൊരു രീതിക്കുള്ള പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോവില്ല. ഞാൻ പറഞ്ഞില്ലേ, സഹായിക്കേണ്ട ആളുകൾ ഇത്തരം ആളുകളെ നേരിട്ട് സഹായിക്കലാണ്. രോഗികളുടെ അക്കൗണ്ടിലേക്കാണ്, അവൻ്റെ ചികിത്സയ്ക്കാണ്, അവൻ്റെ ഫോൺ നമ്പറും അക്കൗണ്ടൊക്കെ അതിനകത്തുണ്ട്. അവരെ വിളിച്ച് അവരത് ചെയ്യുന്നുണ്ട്. അതുമേൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. തിരുരങ്ങാടി നഗരസഭാ കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി മണ്ണ് കടത്തി. പരാതി നൽകി മാസങ്ങളായിട്ടും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും സർക്കാരിന് ഈ ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടായിട്ടെന്നും ജിയോളജി വകുപ്പ് കണ്ടെത്തിയിട്ടും ചെറുവിരലനക്കാതെ നഗരസഭാ ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്നാണ് ആക്ഷേപം. തിരൂരങ്ങാടി ചെമ്മാട് നിർമ്മിക്കുന്ന നഗരസഭാ കോംപ്ലക്സ് നിർമ്മാണം മറയാക്കി വ്യാപകമായി മണ്ണ് കടത്തിക്കൊണ്ട് പോയെന്നാണ് ആക്ഷേപം. ഈ ഇനത്തിൽ സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായും പരാതിയിൽ പറയുന്നു. പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിയാണ് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി ഇത്രയും ദിവസമായിട്ടും പരാതിയിൽ ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല. പരാതിയെക്കുറിച്ച് പിന്നീട് നഗരസഭയും അന്വേഷിച്ചിട്ടുമില്ല. സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. മാസങ്ങൾക്ക് മുമ്പേ ചിലരിൽ മാത്രം ഒതുങ്ങി മണ്ണ് കടത്തിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് ഇടതു യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മണ്ണ് കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങൾ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചതോടെയാണ് മണ്ണ് കടത്തുമായി ബന്ധപ്പെട്ട സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് ഭരണതലവന്മാരും ഉദ്യോഗസ്ഥ വിഭാഗവും കൂട്ടുനിൽക്കുകയാണെന്നും പരാതിക്കാരനായ AIYF മണ്ഡലം സെക്രട്ടറി AP സോലിഹ് തങ്ങൾ പറഞ്ഞു. തിരൂരങ്ങാടി നഗരസഭാ കോംപ്ലക്സിൽ നിന്നും വ്യാപകമായി മണ്ണ് കടത്തിക്കൊണ്ടുപോയതിൻ്റെ നിരവധി പരാതികൾ ഉയർന്നു വരികയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 18,400 രൂപ മുനിസിപ്പൽ സെക്രട്ടറിയോട് ജിയോളജിയിൽ അടവാക്കാൻ വേണ്ടി ഫൈൻ ഈടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി AIYF നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം വരെ തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവസാന സമയം ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറി തിരൂരങ്ങാടി പോലീസിൽ നൽകിയ പരാതി ഒരു ക്രിമിനൽ കുറ്റമായിട്ട് പോലും, ഒരു കോഗ്നൈസബിൾ കുറ്റകൃത്യമായിട്ട് പോലും ഇത്ര നാളുകളായിട്ട് ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനോ തുടരന്വേഷണം നടത്താനോ വീഴ്ച വരുത്തി തിരൂരങ്ങാടി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഒരു വ്യാപകമായിട്ടുള്ളൊരു മോഷണം, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വ്യാപകമായിട്ടുള്ളൊരു മോഷണം നടന്നിട്ട് പോലും ആ ഭാഗം തിരിഞ്ഞു നോക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ്. അഴിമതി ചൂണ്ടിക്കാട്ടി സാലിഹ് തങ്ങളാണ് ആദ്യം പരാതി നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയത്. ഇതേ തുടർന്നാണ് നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത്. സർക്കാരിനുണ്ടായ നഷ്ടം കുറ്റക്കാരിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നും പരാതിയിൽ സാലിഹ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുനിസിപ്പൽ സെക്രട്ടറിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ തിരൂരങ്ങാടി പോലീസ് ഒഴിഞ്ഞു മാറുകയാണ്. അതായത് നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ, നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ നഗ്നമായിട്ടുള്ള നിയമലംഘനം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ തിരൂരങ്ങാടിയിൽ കണ്ടത്.
അവിടുത്തെ മുൻ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും വ്യക്തമായിട്ടുള്ള പങ്കുള്ളതിനാലാണ് നാളിതുവരെയായി മണ്ണ് കടത്തിയതിന് പോലീസിലും മറ്റധികാര സ്ഥാനങ്ങളിലും ബന്ധപ്പെട്ട നഗരസഭ പരാതി നൽകാതെ ഇരുന്നത്. ഞങ്ങൾ ആൾറെഡി ഇതിൽ പരാതി കൊടുത്തതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജിയോളജിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജിയോളജിക്കാരെ അറിയിച്ചതും പിന്നീട് അതിനുശേഷം ബന്ധപ്പെട്ട ജിയോളജിക്ക് വൈഫ് നേരിട്ടും പരാതി നൽകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുള്ളതും ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. മണ്ണ് കടത്തിയവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ മുനിസിപ്പാലിറ്റിക്കും ജിയോളജിക്കും പോലീസിനുമുണ്ട്. കാരണം രേഖാമൂലം മണ്ണ് കടത്തിയവർ സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതിയിൽ അടക്കം കൊടുത്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം ജിയോളജിയുടെയും മുനിസിപ്പാലിറ്റിയുടെയും കൈവശത്തിലുള്ളതാണ്. എന്നിട്ട് ഇവർ പ്രതികളെ അറിയാത്ത പോലെ ഇരുട്ടിൽ തപ്പുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. കൃത്യമായ മോഷണം തന്നെയാണ് ഇവിടെ നടന്നതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരം കേസുകളിൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്ത നടപടി സ്വീകരിക്കണമെന്ന നിയമവും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. നടപടിയുണ്ടാക്കാത്ത പക്ഷം പ്രത്യാശമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു. NCP സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന AC ഷൺമുഖദാസിന്റെ 8ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. താനൂർ നടക്കാവിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് TN ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. NCP താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് AC ഷൺമുഖദാസ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. താനൂർ നടക്കാവ് കോളനിയിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് TN ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ശ്രീ ഷൺമുഖദാസ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായി കണ്ട ആദർശനിഷ്ഠയുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ ഷൺമുഖദാസ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്ന ശ്രീ CK ഗോവിന്ദൻ നായരുടെ 50ാം ചരമവാർഷിക ദിനത്തിൽ ഗുരുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് 3 പ്രാവശ്യം മന്ത്രിയായി. ആദ്യത്തെ 1980 നായനാർ മന്ത്രിസഭയിലും തുടർന്ന് നായനാരുടെ കൂടെയുള്ള മന്ത്രിസഭകളിലെല്ലാം തന്നെ ശ്രീ ഷൺമുഖദാസ് മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായ അവസരത്തിലാണ് കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു അലോപ്പതി, ഒരു ആയുർവേദം, ഒരു ഹോമിയോപ്പതി, ഇങ്ങനെ ത്രിതല സംവിധാനത്തിൽ ആരോഗ്യവകുപ്പിനെ വിഭജിച്ചതും ഈ 3 വിഭാഗം ആശുപത്രികളും ഒരു പഞ്ചായത്തിൽ വേണമെന്ന് നിഷ്കർഷിച്ചതും ശ്രീ ഷൺമുഖദാസ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ്. P. രഘുനാഥ് അധ്യക്ഷനായിരുന്നു. പ്രായമായവർക്ക് വസ്ത്രവിതരണവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ഹംസു മേപ്പുറത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ കുമാരി, M. മുഹമ്മദ് കുട്ടി, KC ബാബു, TN ശിവാനന്ദൻ, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് പരിശോധനയുടെ രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 863 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 85,445 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 863 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 1100, തൃശൂർ 944, കൊല്ലം 833, മലപ്പുറം 824, കോഴിക്കോട് 779, എറണാകുളം 721, പാലക്കാട് 687, കാസർഗോഡ് 513, ആലപ്പുഴ 451, കണ്ണൂർ 450, കോട്ടയം 299, പത്തനംതിട്ട 189, വയനാട് 175, ഇടുക്കി 98 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85,445 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.44 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 110 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 12,989 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 57 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,463 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 495 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 48 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,529 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,90,230 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. TPR അടിസ്ഥാനമാക്കിയുള്ള തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ തുടരുകയാണ്. ജില്ലയിൽ വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം 1000-ന് താഴെയെത്തി. 824 പേർക്ക് രോഗം ബാധിച്ചു. സമ്പർക്കത്തിലൂടെ 811 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.8%. മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 824 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 11.08% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 811 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 11 പേർക്ക് രോഗം ബാധിച്ചതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല.
കൂടാതെ ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1104 പേരാണ് തിങ്കളാഴ്ച കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിൽ 3,20,609 പേരാണ് രോഗം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. 30,328 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 1142 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. സംസ്ഥാനത്ത് ബാറുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. നേരത്തെ വെയർഹൌസ് ചാർജ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ മദ്യവിൽപ്പന നിർത്തിവെക്കുകയും ബാറുകൾ അടച്ചിടുകയും ചെയ്തിരുന്നു. ബാറുകൾ തുറക്കുമെങ്കിലും മദ്യം ഇല്ലാതെയാകും ബാറുകൾ പ്രവർത്തിക്കുക. ബിയർ മാത്രമാകും വിൽക്കുകയെന്നാണ് ബാർ ഉടമകൾ അറിയിച്ചത്. നേരത്തെ വെയർഹൌസ് ചാർജ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് മദ്യവിൽപ്പന നിർത്തിവെക്കുകയും ബാറുകൾ അടച്ചിടുകയും ചെയ്തിരുന്നത്. ബാറുകൾ തുറക്കുമെങ്കിലും മദ്യമില്ലാതെയാകും ബാറുകൾ പ്രവർത്തിക്കുക. ബിയർ മാത്രമാകും വിൽക്കുകയെന്ന് ബാർ ഉടമകൾ അറിയിച്ചു. സംസ്ഥാനത്ത് ജൂൺ 21 മുതലാണ് ബാറുകൾ അടച്ചിട്ടിരുന്നത്. ബെവ്കോ വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബാറുകൾ അടച്ചിട്ടത്. ബെവ്കോ നിരക്കിൽ തന്നെ ബാറുകളിൽ നിന്ന് മദ്യം പാർസൽ നൽകുന്ന നഷ്ടമാണെന്നും MRP നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും നേരത്തെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ തീരുമാനമാകുന്നവരെ ബാറുകളിൽ മദ്യവിൽപ്പന നടത്തേണ്ടതെന്നായിരുന്നു അസോസിയേഷന്റെ തീരുമാനം. ബെവ്കോയിൽ നിന്ന് മദ്യവിൽപ്പനക്കായി മദ്യം വാങ്ങുമ്പോൾ ഈടാക്കുന്ന വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിക്കുന്നതിന് പിന്നാലെയാണ് മദ്യവിൽപ്പനയിൽ പ്രതിസന്ധിയുണ്ടാകുന്നത്. കൺസ്യൂമർ ഫണ്ടിന്റെ 8% നിന്ന് 20%, ബാറുകളുടേത് 25%ആക്കിയാണ് മാർജിൻ ഉയർത്തിയത്. വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിക്കുമ്പോഴും MRP നിരക്കിൽ നിന്ന് വില കൂട്ടി വിൽക്കാൻ അനുവാദമില്ലാത്തതാണ് കൺസ്യൂമർ ഫണ്ടിനും ബാറുകൾക്കും തിരിച്ചടിയായത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. അനധികൃത മണൽക്കടത്തിന് തടയിട്ട് തിരൂർ പോലീസ്. ഡ്രോൺ നിരീക്ഷണത്തിൽ അനധികൃത മണൽ ശേഖരം പിടിച്ചെടുത്തു. മണൽ കയറ്റിയ തോണികൾ പിടിച്ചെടുത്ത് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. തിരൂർ CI TP ഫർഷാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. റവന്യൂ സംഘവും പരിശോധനയ്ക്കൊപ്പമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് CI TP ഫർഷാദ് പറഞ്ഞു. അനധികൃത മണൽക്കടത്തിന് തടയിട്ട് തിരൂർ പോലീസ്. ഡ്രോൺ നിരീക്ഷണത്തിൽ അനധികൃത മണൽ ശേഖരം പോലീസ് പിടിച്ചെടുത്തു. മണൽ കയറ്റിയ 14 തോണികളാണ് പിടിച്ചെടുത്ത് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. തിരുനാവായ തൃപ്രങ്കോട് പഞ്ചായത്തിലായി തിരൂർ കുറ്റിപ്പുറം പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണത്തിലൂടെയാണ് അനധികൃത മണൽശേഖരം പിടിച്ചെടുത്തത്. തിരുനാവായ പഞ്ചായത്തിലെ ബന്ദ്രക്കടവ്, തിരുനാവായ കടവ്, താഴത്തറ കടവ്, തൃപ്രങ്കോട് പഞ്ചായത്തിലെ കമ്മുക്കർ കടവ്, കുഞ്ചിക്കടവ്, പള്ളിക്കടവുകളിൽ നിന്നായി അനധികൃതമായി മണൽ കയറ്റിയ 14 തോണികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ചാക്കിൽ നിറച്ച നിലയിൽ കാണപ്പെട്ട 100ലധികം ലോഡ് മണൽ പിടിച്ചെടുത്തു. പുഴയിലേക്ക് തള്ളി. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് പരിശോധന തുടങ്ങിയത്. തിരൂർ CI TP ഫർഷാദ്, കുറ്റിപ്പുറം CI പ്രേമാനന്ദകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിമന്യു, മുജീബ്, ആന്റണി, ഷെറിൻ ജോൺ, വിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുതൽ സ്പർശത്തിലൂടെ വൈറ്റ് കാർഡിനെ ചേർത്ത് പിടിച്ച് യൂത്ത് ലീഗ്. തിരൂർ മണ്ഡലത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്ത വൈറ്റ് കാർഡ് അംഗങ്ങൾക്ക് ഖത്തർ KMCC ധനസഹായം കൈമാറി. തിരൂർ ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നിയോജക മണ്ഡലത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തന മേഖലയിൽ മുന്നണി പോരാളികളായി നിന്ന രാപ്പകൽ വിശ്രമമില്ലാതെ നാടിനും നാട്ടുകാർക്കും കരുതൽ നൽകിയ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് അംഗങ്ങൾക്കാണ് മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മണ്ഡലം കമ്മിറ്റി ഖത്തർ KMCCയുടെ സഹകരണത്തോടെ കരുതൽ സ്പർശം എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. മണ്ഡലത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്ത 95ഓളം വൈറ്റ് കാർഡുകൾക്കായി 1,13,500 രൂപ ധനസഹായം നൽകി. മണ്ഡലം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞപ്പോൾ വിമർശനങ്ങൾ വന്ന തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രവർത്തന രംഗത്ത് സജീവമാവുകയും കർമ്മരംഗം അവർ കൈയടക്കുകയും ഓരോ വിഷയത്തിലും തൻ്റെ ജീവനേക്കാൾ വില തനിക്ക് രക്ഷിക്കാൻ എൻ്റെ മുമ്പിലുള്ളയാളാണ് എന്ന ധാരണയോടുകൂടി ഓരോ മേഖലയിലും അവർ കടന്നു ചെന്നപ്പോൾ അവർ നടത്തിയ കഠിനാധ്വാനങ്ങൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വളരെയേറെ പ്രാർത്ഥനയോടുകൂടിയാണ് അവരെ നമ്മൾ എതിരേറ്റത്. അവരുടെ ആ പ്രവർത്തനങ്ങൾ ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടു കൂടി നമുക്ക് ശ്ലാഘിക്കാം. ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു അലങ്കാരമാണ്. വൈറ്റ് കാർഡ് മുസ്ലിം ലീഗിൻ്റെ ഒരു അലങ്കാരം എന്നല്ല, ഇന്ന് രാജ്യത്തിന് തന്നെ ഒരു അലങ്കാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.
മണ്ഡല യൂത്ത് ലീഗ് പ്രസിഡന്റ് AP സബാഹ് അധ്യക്ഷനായിരുന്നു. P സൈദലി മാസ്റ്റർ, വെട്ടം ആലിക്കോയ, കൊക്കോടി മൊയ്തീൻ കുട്ടിയാജി, PC ഇസ്ഹാഖ്, ജില്ലാ യൂത്ത് ലീഗ് നേതാക്കളായ സലാം ആദവനാട്, MP മജീദ്, KK റിയാസ്, മൻസൂർ പുല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് വേണ്ടി പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, കോർഡിനേറ്റർ, ക്യാപ്റ്റൻ എന്നിവർ ചേർന്ന് ധനസഹായം ഏറ്റുവാങ്ങി. റിയാസ് പാറക്കൽ, ലത്തീഫ് പള്ളത്ത, CP ഇബ്രാഹിം ബാദുഷ, CMT ഫാസിൽ, കാസിം പുല്ലൂരാൽ, സിറാജ് പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരാതി പറഞ്ഞു മടുത്തു. സന്നദ്ധ പ്രവർത്തകർ റോഡ് ശ്രമദാനമായി നേരെയാക്കി. വാരണാക്കര ICC റോഡിന്റെ ദുരവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമായി. റെഡ് ആർമി കൾച്ചറൽ സെന്റർ വാരണാക്കരയുടെ പ്രവർത്തകരാണ് റോഡ് ശ്രമദാനമായി യാത്രായോഗ്യമാക്കിയത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കാൽനടയാത്ര പോലും ദുസ്സഹമായ വാരണാക്കര ICC റോഡാണ് റെഡ് ആർമി കൾച്ചറൽ സെന്റർ പ്രവർത്തകർ ശ്രമദാനമായി നേരെയാക്കിയത്. കുണ്ടും കുഴിയും നിറഞ്ഞത് കാരണം കാൽനടയാത്ര പോലും ദുർഘടമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വളവന്നൂർ പഞ്ചായത്തിലെ 13-14 വാർഡുകളെ ബന്ധിപ്പിക്കുന്നതും ഒരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കുന്നതുമായ റോഡ് നാട്ടിലെ നല്ലവരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നാണ് ശ്രമദാനമായി നേരെയാക്കിയത്. ഈ റോഡിനോട് അധികാരികൾ കാണിക്കുന്ന നിസ്സഹകരണം അവസാനിപ്പിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ അവകാശ നിഷേധത്തിനെതിരെ എന്ന പ്രമേയത്തിൽ MSF തലക്കടത്തൂർ ടൗൺ കമ്മിറ്റി പ്രതിഷേധ സമരമുറ്റം സംഘടിപ്പിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NV നിതിൻ ദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ട്രയൽ ക്ലാസുകൾക്ക് ശേഷം ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടും ഓൺലൈൻ പഠനത്തിലെ അസൗകര്യം പരിഹരിക്കാതെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രയാസപ്പെടുത്തുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് MSF തലക്കടത്തൂർ ടൗൺ കമ്മിറ്റി പ്രതിഷേധ സമരമുറ്റം സംഘടിപ്പിച്ചത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിതിൻ ദാസ് NV ഉദ്ഘാടനം ചെയ്തു. വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന സർക്കാരിൻ്റെ ഭാഗത്തും വളരെയധികം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷമായി കൊറോണ മഹാമാരി ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആഫീസ് ഇടക്കൻകാട്ടിൽ, നിബു KP, റൈസ് മുത്താണിക്കാട്, ഫഹീം M തുടങ്ങിയവർ സംസാരിച്ചു. ഷാനിഫ്, അൻഫാസ്, ഷഹദ്, ലുക്മാൻ, ഫായിസ്, മഹറൂഫ്, അദ്നാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. താനൂരിലെ ഫയർ സ്റ്റേഷന് നഗരസഭ ഭൂമി വിട്ടു നൽകാത്തതിനാൽ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതായ പ്രചാരണം തീർത്തും തെറ്റാണെന്നും നഗരസഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രചരണങ്ങളെന്നും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. ഫയർ സ്റ്റേഷൻ മാറ്റുന്നതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് സ്റ്റേഷൻ ചാർജുള്ള ഓഫീസർ തന്നെ പറഞ്ഞതെന്നും ചെയർമാൻ പറഞ്ഞു. ചെയർമാന്റെ നേതൃത്വത്തിൽ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. താനൂർ കളരിപ്പടിയിൽ ആരംഭിച്ച ഫയർ സ്റ്റേഷൻ സൗകര്യമില്ലാത്തതിനാൽ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതായ പ്രചാരണം തീർത്തും തെറ്റാണെന്നും വ്യാജ പ്രചാരണം നടത്തി നഗരസഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ചിലരുടെ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. താനൂരിലെ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ തഹസിൽദാറിനോ അങ്ങനെ ഒരു കത്ത് നൽകണമായിരുന്നു. പകരം തന്നിട്ടുള്ളത് നഗരസഭയിൽ അങ്ങനെ സർക്കാർ തലത്തിൽ ഭൂമി ഒഴിവുണ്ടോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞു അതിന് കൃത്യമായ മറുപടി നമ്മൾ നൽകിയതാണ്. തൊട്ടടുത്ത കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് വീണ്ടും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും കുടിവെള്ളം ലഭ്യമല്ല, അല്ലെങ്കിൽ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ആവശ്യത്തിനുള്ള കുടിവെള്ളമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് തന്നിട്ട്. തീർച്ചയായും ഇന്ന് നടക്കുന്ന ഭരണസമിതി അത് ചർച്ച ചെയ്യാൻ വേണ്ടി കൗൺസിലിൽ അജണ്ടയിൽ വെച്ചിട്ടുള്ളതാണ്. ഉചിതമായ നടപടികളെടുത്ത് മുന്നോട്ട് പോകുന്നു. നഗരസഭ ഇത്തരം കാര്യങ്ങളോട് യാതൊരു തരത്തിലും പ്രതികൂലമായി പ്രതികരിച്ചിട്ടില്ല. അനുകൂല നിലപാടുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഫയർ സ്റ്റേഷന് ഭൂമി കണ്ടെത്താൻ നഗരസഭയോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാർ ഭൂമി ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിന് കൃത്യമായ മറുപടിയും നൽകി. അസൗകര്യങ്ങളുള്ള കെട്ടിടം തെരഞ്ഞെടുത്തതിൽ നഗരസഭയ്ക്ക് ഒരു പങ്കുമില്ലെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം ചെയർമാൻ വ്യക്തമാക്കി. ഫയർ സ്റ്റേഷനിൽ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തു നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. താനൂർ നഗരസഭയോട് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേഷൻ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒരു സ്വാഗത സംഘവും ഉദ്ഘാടനവും പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അസൗകര്യങ്ങളോടുകൂടി ഒരു കെട്ടിടം തിരഞ്ഞെടുത്തതിൽ താനൂർ നഗരസഭയ്ക്ക് യാതൊരു പങ്കുമില്ല. അവിടെ തന്നെ ഇത്തരം അസൗകര്യങ്ങളുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളിട്ട് നിർദ്ദേശിച്ചിട്ടുമില്ല. പകരം അങ്ങനെ ഒന്ന് തിരഞ്ഞെടുക്കുകയും ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ പ്രാഥമിക സൗകര്യങ്ങൾക്ക് പോലും സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുള്ള രീതിയിലാണ് SHO കത്ത് നൽകിയിട്ടുള്ളത്. അടിയന്തരമായ രീതിയിൽ അവരെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അവർ കഴിഞ്ഞ ആഴ്ചയിൽ തന്നിട്ടുള്ള കത്ത് പരിഗണിക്കുകയും ഇന്ന് നടക്കുന്ന ഭരണസമിതിയിൽ അത് ചർച്ച ചെയ്യാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ആവശ്യമായ മുഴുവൻ നടപടികളും സ്വീകരിക്കും. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീനൊപ്പം വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അലി അക്ബർ, CKM ബഷീർ, കൗൺസിലർമാരായ ബിബീഷ്, കൃഷ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു.
സംസ്ഥാനത്തെ +2 പ്രാക്ടിക്കൽ പരീക്ഷകളും വിവിധ സർവകലാശാലകളുടെയും പരീക്ഷകളും ആരംഭിച്ചു. എല്ലാ കേന്ദ്രങ്ങളിലും കർശനമായ കോവിഡ് സുരക്ഷ ഒരുക്കിയാണ് പരീക്ഷകൾ നടത്തുന്നത്. കോവിഡിന്റെ സാഹചര്യത്തിൽ സർവകലാശാല പരീക്ഷകൾ ഓൺലൈനായി നടത്തണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഓഫ്ലൈനായി പരീക്ഷകൾ നടത്താൻ സർവകലാശാലകൾ തീരുമാനിക്കുകയായിരുന്നു. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സംസ്ഥാനത്തെ +2 പ്രാക്ടിക്കൽ പരീക്ഷയും വിവിധ സർവകലാശാല പരീക്ഷകളും നടത്തുന്നത്. +2 പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ശരീര ഊഷ്മാവ് പരിശോധിച്ച ശേഷമാണ് ലാബിലേക്ക് പ്രവേശിപ്പിക്കുക. ശരീര ഊഷ്മാവ് കൂടുതലുള്ള കുട്ടികളെ പ്രത്യേക മുറിയിലിരുത്തിയാണ് പരീക്ഷ നടത്തുന്നത്. വൈവയും പ്രൊസീജിയർ എഴുത്തും ലാബിന് പുറത്ത് മറ്റൊരു ക്ലാസ്സിലാണ് ഒരുക്കിയിരിക്കുന്നത്. 2024 കേന്ദ്രങ്ങളിലായി 4.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 39 ഹയർ സെക്കൻഡറി സ്കൂളുകൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളായതിനാൽ അവിടെയുള്ള കുട്ടികൾക്ക് അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ അടുത്ത മാസം 12 ശേഷമായിരിക്കും പരീക്ഷ നടത്തുക. നിലവിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് രോഗം നെഗറ്റീവ് ആയതിനു ശേഷം പരീക്ഷ നടത്തും. ലാബിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പും ശേഷവും അണുവിമുക്തമാക്കും. ഇരട്ട മാസ്ക് ധരിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ലാബ് അസിസ്റ്റന്റുമാരും പരീക്ഷയ്ക്ക് എത്തിയത്. സർവകലാശാല പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആരംഭിച്ചത്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സർവകലാശാലകളുടെ അധികാരപരിധിക്ക് പുറത്തുള്ള കോളേജുകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ BSc BCom പരീക്ഷകൾ രാവിലെയും BA പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷവുമാണ് നടക്കുക. പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് കാണിച്ച് യാത്ര ചെയ്യാം. മോര്യയിൽ ഇനി പഠനം സ്മാർട്ടാകും. സ്വന്തം ഡിവിഷനിൽ ഓൺലൈൻ പഠനങ്ങൾക്കായി കുട്ടികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകി നഗരസഭാ കൗൺസിലർ റഷീദ് മോര്യ. ഡിവിഷനിലെ 7 വിദ്യാർത്ഥികൾക്കാണ് ഫോണുകൾ കൈമാറിയത്. താനൂർ നഗരസഭ 7ാം ഡിവിഷൻ മോര്യയിൽ ഓൺലൈൻ പഠന സൗകര്യം ലഭിക്കാത്ത 7 വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ സമാഹരിച്ചു നൽകി ഡിവിഷൻ കൗൺസിലർ റഷീദ് മോര്യ മാതൃകയായി. സ്കൂളുകൾ നൽകിയ കണക്ക് പ്രകാരം താനൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്നും നഗരസഭാ മുഖാന്തരം ലഭിച്ച ലിസ്റ്റിലാണ് 7ാം ഡിവിഷനിൽ 7 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലെന്ന വിവരം കൗൺസിലർ റഷീദ് മോര്യ അറിഞ്ഞത്. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ സ്മാർട്ട് ഫോൺ ചലഞ്ച് വഴിയാണ് 7 ഫോണുകൾ സമാഹരിച്ചത്. 7 വീടുകളിൽ നേരിട്ടെത്തിയാണ് കൗൺസിലർ റഷീദ് മോര്യ കുട്ടികളുടെ സാന്നിധ്യത്തിൽ സ്മാർട്ട് ഫോണുകൾ രക്ഷിതാക്കൾക്ക് കൈമാറിയത്. തന്റെ കോളേജ് പഠനകാലത്തെ സഹപാഠികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രവാസി സുഹൃത്തുക്കൾ, സ്നേഹനിധികളായ സഹോദരന്മാർ, പ്രിയപ്പെട്ട സ്നേഹമിത്രങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരാണ് സ്മാർട്ട് ഫോൺ ചാലഞ്ച് വിജയിപ്പിക്കുന്നതിനായി സഹായങ്ങൾ നൽകിയതെന്ന് റഷീദ് മോര്യ പറഞ്ഞു. സഹായിച്ചവരുടെ മുഴുവൻ നന്ദിയുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി 7ാം ഡിവിഷനിൽ ഏകദേശം 7ഓളം കുട്ടികൾ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്തതായി ഔദ്യോഗിക കണക്ക് പ്രകാരം BRCയിൽ നിന്നും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ നമ്മൾ ആ കുട്ടികളെ കണ്ടെത്തി അവർക്ക് സ്മാർട്ട് ഫോൺ നൽകുന്നത്. അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ പഠനം നടത്താൻ ഇത് സൗകര്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഈ അവസരത്തിൽ ഇതുമായി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. പൊതുപ്രവർത്തകർ, പ്രവാസികൾ, ഉദ്യോഗസ്ഥന്മാർ, മറ്റു സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, അവരെല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. തയ്യാറങ്ങൾ സിരിസായി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി, ഇതേ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ, കുന്നുംപുറം പരിയാപുരം സെൻട്രൽ AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് പഠന സൗകര്യത്തിനായി സ്മാർട്ട് ഫോണുകൾ നൽകിയത്. വിതരണത്തിന് കൗൺസിലർക്കൊപ്പം RK സൈദലി മുസ്ലിയാർ, വടക്കത്തിൽ അബ്ദുൽ കരീം, CK ഹംസക്കുട്ടി ഹാജി, T സൈദൽവി ഹാജി, KV രവീന്ദ്രൻ, M മുസ്തഫ, K യൂസഫ്, ഹംസ ഹാജി, P മുഹമ്മദ്, ഷമീർ, ഇസ്മായിൽ, ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. MIL കേരള മുസ്ലിം ലീഗ് വാട്സാപ്പ് കൂട്ടായ്മ കൊടുവള്ളി മണ്ഡലം KMCCയുടെ സഹകരണത്തോടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. PK തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. MIL കേരള മുസ്ലിം ലീഗ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൊടുവള്ളി മണ്ഡലം KMCCയുടെ സഹകരണത്തോടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. താനൂരിലെ അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. PK തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ കൂട്ടായ്മയുടെ കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചികിത്സാ സഹായങ്ങളും അതുപോലെ ബോധവൽക്കരണ ക്ലാസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അതിൽ സംബന്ധിക്കാറുണ്ട്. ഗ്രൂപ്പ് അഡ്മിൻ KP ഹാരിസ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർ VP ഹാരിസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. VP താജുദ്ദീൻ, നൌഷാദ് P, കോയക്കുട്ടി പാറപ്പുറത്ത്, അസീസ് V, നിഷാദ് പുന്നയിൽ, ഫാസിൽ V, ഷാഹുൽ, കോയമോൻ, അനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പോലീസ് ലൈൻ NSS റോഡിൽ കിള്ളത്തുപറമ്പിൽ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീട്ടുമുറ്റത്ത് ഉപയോഗത്തിലുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പോലീസ് ലൈൻ NSS റോഡിൽ കിള്ളത്തുപറമ്പിൽ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്.
ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നതിനായി മോട്ടോറിട്ടതിന് ശേഷം ശബ്ദം കേട്ടതോടെ വീട്ടുകാർ നോക്കിയപ്പോഴാണ് കിണർ താഴുന്നത് കണ്ടത്. ആൾക്കാർ ഇവിടെ മരിച്ചു പോയിട്ട് വെള്ളം വില്ലേജ് അധികൃതർക്ക് പരാതി നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ലാബുകളിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകളും സിറിഞ്ചും നടുറോഡിൽ. ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയത് പൊന്മുണ്ടം ബൈപ്പാസിൽ. പോലീസ് പിടിച്ചെടുത്ത ലോറിയിലെ മൈദ മഴ നനഞ്ഞ് ദുർഗന്ധം രൂക്ഷം. ദുർഗന്ധം സഹിക്കാനാവാതെ ദുരിതത്തിലായി സമീപവാസികൾ. ദുരിത ജീവിതം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ സമീപത്തെ താമസക്കാരുടേത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുന്നു നാട്ടുകാർ. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ആശങ്ക കുറയുന്നില്ല. 8063 പുതിയ രോഗികൾ. പരിശോധിച്ചത് 85,445 സാമ്പിളുകൾ. മലപ്പുറത്ത് വീണ്ടും പ്രതിദിന രോഗികളുടെ എണ്ണം 1000-ന് താഴെയെത്തി. 824 പേർക്ക് രോഗബാധ. DPR 11.08%. അനധികൃത മണൽക്കടത്തിന് തടയിട്ട് പോലീസ്. ഡ്രോൺ നിരീക്ഷണത്തിൽ അനധികൃത മണൽ ശേഖരം പിടികൂടി. മണൽ കയറ്റിയ വഞ്ചികൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. താനൂർ ഫയർ സ്റ്റേഷൻ വിവാദം. താനൂരിലെ ഫയർ സ്റ്റേഷന് നഗരസഭ ഭൂമി വിട്ടു നൽകാത്തതിനാൽ മറ്റൊരിടത്തേക്ക് മാറ്റുന്നതായ പ്രചാരണം തീർത്തും തെറ്റാണെന്നും നഗരസഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രചാരണങ്ങളെന്നും നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.